CPIM-ൽ നിന്നും പല പ്രമുഖരും വിട്ടുപോകുന്ന ഒരു വേളയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. സ്വതന്ത്രരായ പലരും CPIM വിട്ട് ലീഗിൽ ചേക്കേറാൻ ഒരുങ്ങുമ്പോൾ CPIM-ന്റെ പാർട്ടി നേതാക്കളിൽ പലരും EP ജയരാജനോടൊപ്പം പാർട്ടി വിടാനായിട്ടാണ് നീങ്ങുന്നത്. കണ്ണൂർ ലോബി തന്നെ പൊട്ടി രണ്ട് പാളയത്തിലേക്കായി കഴിഞ്ഞിരിക്കുന്നു. സഖാവ് EP ജയരാജൻ പാർട്ടി വിടുന്നതിനോടൊപ്പം തന്നെ ജയരാജന്മാരിൽ പ്രമുഖനായിട്ടുള്ള ഈ ജയരാജൻ കൂടി പാർട്ടി വിടാൻ ആലോചിക്കുകയാണ്. കാരണം CPIM-ന് ബദലായി ഒരു പാർട്ടി രൂപീകരിക്കാനാണ് EP ജയരാജൻ്റെയും അതുപോലെ തന്നെ P ജയരാജൻ്റെയും ശ്രമം എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, TP ചന്ദ്രശേഖരൻ മുൻകാലത്തൊരു മാർക്സിസ്റ്റ് നേതാവായിരുന്നു. അദ്ദേഹം CPIM വിട്ട് ഓഞ്ചിയത്ത് RMP രൂപീകരിച്ച് സ്വതന്ത്രമായി ആ RMP ഓഞ്ചിയം പഞ്ചായത്ത് അടക്കമുള്ള നിരവധി മേഖലകൾ പിടിച്ചെടുത്തപ്പോഴാണ് CPIM-ന് ഹാലിളകി ഒടുവിൽ അവരുടെ കൃത്യമായ അറിവോടുകൂടി TP ചന്ദ്രശേഖരനെ ഇല്ലായ്മ ചെയ്യാൻ പല രീതിയിലുള്ള പ്ലാനുമായി ഇറങ്ങിയതും ഒടുവിൽ അത് നടപ്പിലാക്കിയതും എന്നുമാണ് എപ്പോഴും വരുന്ന റിപ്പോർട്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ എടുക്കുന്ന നടപടികളെക്കുറിച്ചും KK രമ MLA എപ്പോഴും പ്രതികരിക്കാറുമുണ്ട്. ഇതിനകത്തു നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ഇത് കൃത്യമായി വിരൽ ചൂണ്ടുന്നത് TP ചന്ദ്രശേഖരനെ പോലെ തന്നെ നിരവധിയായ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്ന നേതാക്കളെയെല്ലാം പാർട്ടിക്കകത്തു നിന്നും ചാപ്പ കുത്തി പുറത്താക്കുകയോ അവരെ കുലംകുത്തിയായി പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന ഒരു രീതി, കൃത്യമായ രീതി അവലംബിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാവായ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞത് KR ഗൗരിയമ്മയും MV രാഘവനും ഒക്കെ CPIM-ൽ നിന്ന് പുറത്തു പോയിരുന്നു. അത് അവരെ പുറത്താക്കിയതിന് കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ പുറത്താക്കപ്പെടുന്ന പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് സഖാവ് EP ജയരാജൻ. കൃത്യമായും വ്യക്തമായ ഒരു അജണ്ടയുണ്ട്, അവരുടെ ഒരു കൃത്യമായ കോൺസ്പിറസി ഇതിനകത്തുണ്ട് എന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കപ്പെടുന്നത് CPIM പിളർപ്പിൻ്റെ വക്കിലേക്കാണ്. കണ്ണൂർ ലോബി തന്നെ രണ്ടായി പിളർന്നാൽ സ്വാഭാവികമായും CPIM-ന് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPIM-ന്റെ വോട്ട് ബാങ്ക്, അതായത് പിന്നോക്ക ദളിത് വിഭാഗങ്ങളെല്ലാം തന്നെ എൻബ്ലോക്കായി CPIM-നെതിരെ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. CPIM വലിയ രീതിയിൽ ആരെയാണോ സംരക്ഷിക്കാൻ, ആരെയാണോ കൂടുതൽ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അവരാരും തന്നെ CPIM-ന്റെ കൂടെ കാണില്ല. അതുമാത്രമല്ല, CPIM ഉദ്ദേശിക്കുന്ന, ലക്ഷ്യം വയ്ക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അടിത്തറയിൽ ഭദ്രം തന്നെയായിരിക്കും. അതിൽ ഒരു വിള്ളൽ പോലും ഉണ്ടാക്കാൻ CPIM-ന് ജമ്മത്ത് വിചാരിച്ചാൽ കഴിയില്ല എന്നതുകൂടി വളരെ വ്യക്തമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു.